രജിസ്ട്രേഷൻ എടുത്തിടാം. എന്നിട്ട് അത് ഒന്നല്ലെങ്കിൽ 2 അപ്ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇതിനോട് എഗ്രി ചെയ്തോണമെന്നില്ല. ബട്ട് ഒരുപാട് പേർക്ക് ഇവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു തോട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. ഹായ്, ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നുണ്ടല്ലോ ഒരുപാട് പേരുടെ ഒരു ക്വയറിക്കുള്ള എൻ്റെ ഒരു ആൻസറുമായിട്ടാണ് കേട്ടോ. അത് ഇപ്പോൾ എല്ലാവരും ഇതിനോട് എഗ്രി ചെയ്തോണമെന്നില്ല. ബട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, അഫ്രയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് റിഗാർഡിങ് രജിസ്ട്രേഷൻ അല്ലേ. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ അത് വന്ന സമയത്ത് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ റിലേറ്റഡ് ആയിട്ട് ഇപ്പോഴും ഒത്തിരി ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, അതായത് ഈ അഫ്ര രജിസ്ട്രേഷൻ ജനറൽ നഴ്സിംഗ് മിഡ്വൈഫറി കഴിഞ്ഞിട്ട് UK അല്ലെങ്കിൽ UK എന്നാണ് ഒരുപാട് വന്നേക്കുന്നത്. UK വർക്ക് ചെയ്യുന്നവർക്ക് രജിസ്ട്രേഷൻ കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസ് വന്ന സമയത്ത് തന്നെ ഞാൻ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അവർ വളരെ കറക്റ്റായിട്ട് പറഞ്ഞേക്കുന്നത് BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലെ ലെവൽ 7 ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കാണ് ഈ ഒരു പാത്വേക്ക് എലിജിബിലിറ്റി എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് എവിടെയും തന്നെ ഈ ഒരു GNM നഴ്സിങ്ങിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഡിപ്ലോമ നഴ്സിങ്ങിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് UK അല്ലെങ്കിൽ അയർലൻഡിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഇവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തേക്കാം, അതൊന്ന് കയറി കാണുക. അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 6 രാജ്യങ്ങളുണ്ടല്ലോ, ഈ ഒരു 6 രാജ്യങ്ങളിൽ രജിസ്ട്രേഷൻ എടുത്തേക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിത് പറയാനായിട്ടുള്ള കാരണം എന്താണെന്നറിയോ, ലക്ക് ട്രൈ ചെയ്യുക ഇൻ ദ സെൻസ് നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മൾ മറ്റേ ന്യൂസിലാൻഡ് പാത്വേ ഒക്കെ ചെയ്ത സമയത്ത് ഒരുപാട് GNM നഴ്സസ് എനിക്കറിയുന്നവർ കോഴ്സൊന്നും അപ്ഗ്രേഡ് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും ചെയ്യാതെ തന്നെ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടി. അവരിപ്പോൾ ഓൾറെഡി ഇവിടെ ജോബ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളുടെ ലക്കൊന്ന് ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന ക്വയറീസ് എന്താണെന്നറിയോ, ഇപ്പം ഓൾറെഡി രജിസ്ട്രേഷൻ എടുത്ത് വെച്ചേക്കുന്ന ഒരുപാട് പേർക്ക് ഇവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ, ഭയങ്കര ശല്യം. അപ്പം രജിസ്ട്രേഷൻ ഓൾറെഡി കിട്ടിയവർക്ക് തന്നെ ജോലി കിട്ടുന്നില്ല. അപ്പം ഇനി പുതിയ രജിസ്ട്രേഷൻ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനുള്ളൊരു ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ രജിസ്ട്രേഷൻ എടുത്ത് നിങ്ങൾക്ക് ഇപ്പം തന്നെ ജോലി കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുന്നതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു 70 to 80% ജോലികൾക്ക് കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പം ഓൾറെഡി ഇപ്പോൾ രജിസ്ട്രേഷൻ എല്ലാം എടുത്ത ആൻമാർക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് റെഡിയായി ഇരിക്കുന്നവർക്ക് പോലും ഇപ്പോൾ ജോലി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ PR എലിജിബിലിറ്റി ഉണ്ട്, എല്ലാ എലിജിബിലിറ്റി ഉണ്ടായിട്ട് പോലും അവർക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ലോങ് ടേം ഗോളായിട്ട്, അതായത് ഇപ്പോൾ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും കിട്ടിയാൽ മതി, ഇപ്പോൾ ഉള്ള കറണ്ട് ജോബിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്വേ വഴി ചെയ്ത് രജിസ്ട്രേഷൻ എടുത്ത് വെക്കുന്നതുകൊണ്ട് അതൊരു നല്ല തീരുമാനമായിരിക്കും. അതല്ലാതെ ഇപ്പം ന്യൂസിലാൻഡിലൊക്കെ പോയി ക്യാപ്പൊക്കെ ചെയ്ത് വന്നേക്കുന്ന അവർ ഓൾറെഡി ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. അപ്പം ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ തന്നെയും നാട്ടിൽ നിന്നൊക്കെ രജിസ്ട്രേഷൻ എടുത്ത് വരുന്നവരെക്കാട്ടിലും കുറച്ചും കൂടെ ഇവർ പ്രിഫർ ചെയ്യണേ എനിക്ക് തോന്നുന്നു ഇതേപോലെ UK, അയർലൻഡ്, ന്യൂസിലാൻഡിലൊക്കെ ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്ക് ജോലി കൊടുക്കാനായിട്ടാണ്. കാരണം ആ ഒരു രാജ്യങ്ങളിലെ വർക്ക് സിമിലാരിറ്റി ഒക്കെ കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ആ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുന്നത്. അപ്പം അതൊരു സാഡ് റിയാലിറ്റി ആണ്, ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു എന്നുള്ളത്. പക്ഷേ ഈ ഒരു പാത്വേ ഓപ്പൺ ആയിട്ട് ഇനിയിപ്പോൾ എത്ര നാളുണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഇതൊരു വൈസായിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അടുത്ത് ചോദിച്ചവരോടൊക്കെ ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് ആൻസർ ചെയ്തേക്കുന്നത്. കാരണം
നിങ്ങളിപ്പോൾ UK-ലോ അല്ലെങ്കിൽ അയർലൻഡിലോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ജോലി നിങ്ങൾ കളയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഈ പാത്വേ ചെയ്യാം, രജിസ്ട്രേഷൻ എടുത്ത് വെക്കാം. എന്നിട്ട് അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് പിന്നീട് ഇവിടെ ജോബ് ഓപ്പണിങ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂസ് ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, കിട്ടുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരാനായിട്ട് പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിപെൻഡന്റ് PR പാത്വേ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. അതിനുള്ള ഇൻവിറ്റേഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ട് EOI ഇട്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അതല്ലാതെ ഇപ്പോൾ പണ്ട് ഒരു കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്തൊക്കെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ മുന്നിലത്തെ വർഷമൊക്കെ ഈ ഒരു സമയത്തുണ്ടായിരുന്ന ആ ഒരു ഓപ്പണിങ്സ് ഒന്നും ഇപ്പം ഇല്ല എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ 186 ഒക്കെ ഓഫർ ചെയ്യുന്ന എംപ്ലോയേഴ്സ് വളരെയധികം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്കി ആയിരിക്കും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്തിട്ട് എല്ലാം റിജക്ഷൻ ആവുന്നു എന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നേരത്തെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള. അപ്പം നമ്മൾ അതനുസരിച്ചിട്ട് നമ്മുടെ CV-യും കവർ ലെറ്ററും എല്ലാം അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാർ മാത്രമല്ല ഈ ഒരു ഓപ്പണിങ്ങിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ കോമ്പീറ്റ് ചെയ്യണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം മൊത്തമുള്ള ആളുകളുമായിട്ടാണ് ബേസിക്കലി. കാരണം ഓസ്ട്രേലിയ എന്ന് പറയുന്നത് എല്ലാവരുടെയും തന്നെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും ഒരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം അവൾക്ക് കിട്ടി അല്ലെങ്കിൽ അവന് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കേണ്ട ഒരു സമയവുമല്ല. നമ്മളുടെ സമയമാകുമ്പോൾ നമുക്ക് കിട്ടും. അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഈ പുതിയ പാത്വേ വഴി ചെയ്യണോ എന്നുള്ളതിൻ്റെ ഒരു ആൻസറാണ്, അങ്ങനെ എന്നോട് ചോദിച്ചവർക്കുള്ള ഒരു ആൻസറായിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തേക്കുന്നത്. അപ്പം അഫ്ര രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളതിൻ്റെ ഒരു ഗ്യാരണ്ടി ഒന്നുമല്ല. രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു ലൈസൻസ് മാത്രമാണ്. അപ്പം നമുക്കിവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എംപ്ലോയർ മസ്റ്റായിട്ടും വേണം. അപ്പം ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് നമുക്ക് അഫ്ര രജിസ്ട്രേഷൻ, നമ്മൾ പൈസയൊക്കെ മുടക്കി അഫ്ര രജിസ്ട്രേഷൻ എടുത്തത് കൊണ്ട് മാത്രം നമുക്ക് ജോലി കിട്ടും എന്ന് വിചാരിച്ചിട്ട് ആരും ഇരിക്കരുത്. നേരെ മറിച്ച് ഞാനിപ്പോൾ രജിസ്ട്രേഷൻ എടുത്തിടാം, എന്നിട്ട് അത് 1 അല്ലെങ്കിൽ 2 വർഷത്തേക്ക് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. എന്നിട്ട് എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള സമയം വരുമ്പം മൂവ് ചെയ്യാം എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയോട് കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ മുടക്കി ഈ ഒരു ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി കടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അത്ര ഒരു വൈസ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. ഇത് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു തോട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.